ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരുന്നു പ്രതീക്ഷിക്കുന്നു. പൈസയ്ക്ക് ആർക്കാണോ അത്യാവശ്യമില്ലാത്തത്? എനിക്കും പൈസ വേണം, നിങ്ങൾക്ക് പൈസ വേണം, എല്ലാവർക്കും പൈസ വേണം, അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ പോലും പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിക്കോട്ടെ തന്നോളൂ എന്നുള്ളൊരു മൂഡ് തന്നെയാണ്. അതാണ് പൈസയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അല്ല, ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ പൈസയ്ക്ക് സ്ഥാനമുണ്ട്, നല്ല പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് പൈസയ്ക്കുള്ളത്. പക്ഷേ പണം സമ്പാദിക്കുന്ന സമയത്ത് അത് മര്യാദയോടുകൂടി, മാന്യതയോടുകൂടിയിട്ട് സമ്പാദിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി, അതാണ് അതിൻ്റെ ഒരു ന്യായം. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന വിഷയമൊന്നുമല്ല. ഇതിനു മുമ്പും പല സാഹചര്യത്തിലും നമ്മൾ ഇതേ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് സം ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ. ഇവിടെയുള്ള പല ടീമുകളും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട്. നാണമില്ല എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി ചോദിക്കാനുള്ളത്. എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്? എനിക്ക് ആദ്യം തന്നെ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാവുന്നത്? അവർക്ക് ഒരു നഷ്ടവുമില്ല, അവർക്ക് ലാഭമാണ്. അവർ പൈസ ഉണ്ടാക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട്, അതായത് ഈ ആപ്പിന്റെ ആൾക്കാർ ഇവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ലാഭമാ. അവർ പൈസ വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇന്ന ബെറ്റിംഗ് സാധനം ഉണ്ട്, ഇന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ കളിക്ക്, തൊലിക്ക്, ബെറ്റ് അടിക്ക്, പൈസ ഉണ്ടാക്കി, തൊലിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കാശ് കണ്ടവന്റെ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് കാശ് വാങ്ങിയിട്ടാണ് ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടണേ. നിങ്ങളുടെ കയ്യിലൊരു ഉണ്ടയില്ല, മനസ്സിലായ? അപ്പൊ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കണ്ടിട്ട്, നിങ്ങളിപ്പോൾ അത് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ബെറ്റിംഗ് ആയിക്കോട്ടെ, ഇവന്മാരുടെയൊക്കെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി കാശ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉണ്ടം പോലും കിട്ടാൻ വേണ്ടി പോണില്ല. നിങ്ങൾ ഇട്ട കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നേ. അപ്പൊ പ്രേക്ഷകരാണ് മനസ്സിലാക്കേണ്ടത് ഇതിലൊന്നും പോയി വീഴാതിരിക്കാൻ, അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? വീഴരുത്. ഇനിയിപ്പോ നിങ്ങൾ ആദ്യം കാശ് ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ബെറ്റിങ്ങിലായിക്കോട്ടെ, ഗെയിമിങ്ങിലായിക്കോട്ടെ, നിങ്ങൾ കാശ് ഇട്ടു എന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടി ആദ്യത്തെ തവണ. അപ്പൊ നിങ്ങൾക്ക് ഹരമായി, എനിക്ക് പൈസ കിട്ടിയില്ലോ, എനിക്ക് പൈസ കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാശ് ഡബിൾ ചിലപ്പോൾ ഇടാൻ വേണ്ടി നോക്കും. ഡബിൾ ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്താവും? ആഹാ, ഉള്ളതും പോയി പൊള്ളക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും, കാശ് പോയിട്ട് ഇതെങ്ങനെ ഇരിക്കും. പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മള്. അപ്പൊ പിന്നെ ടെൻഡൻസി, ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം അതെ. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെറ്റിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ കാശ് ഇറക്കാൻ തുടങ്ങി ഇറക്കിക്കൊണ്ടേയിരിക്കും, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ ആളുകളുടെ കയ്യിൽ ഇറക്കാൻ കാശില്ല എന്നുണ്ടെങ്കിൽ പോലും ആളുകള് ഇത് ഒരു ഭാഗ്യ പരീക്ഷണം നടത്തും. കടമൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ കാശ് ഇറക്കും, എന്നിട്ട് കാശ് കൊണ്ടുപോയി തൊലയ്ക്കും. എന്നിട്ട് ഈ കടം വാങ്ങിയവൻ ഇത് കട അടയ്ക്കാൻ വേണ്ടി പറ്റാതെ വേറെ വല്ലവരുടെ കടവും വാങ്ങി കടത്തിൽ മേൽ കടമായിട്ട് പോകുന്ന സാഹചര്യം ഒക്കെ ആക്ച്വലി ഇതിന്റെ പുറകില് ഉണ്ടാവും. ഞാൻ ഇതിന്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി പറയുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ മല്ലു ഫാമിലി, വയനാടൻ വ്ളോഗർ, പിന്നെ ഫസ്മീന എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തൊക്കെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ട് അവരുടെ ഇതൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇവരൊക്കെ വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുമോ നമുക്ക് അറിയില്ല. ഇതെന്തായാലും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും, മനസ്സിലായത്? ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്റ്റോപ്പ് ആവാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ നമ്മുടെ കൺട്രോളിലിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കാര്യം മാത്രമാണ്. ഇവറ്റകളതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൊണ്ടുപോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. അതിൽ കൊണ്ടിട്ട് കാശ് ഇട്ടിട്ട് നിങ്ങൾ കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ മൂഞ്ചി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ കണ്ടന്റ് കണ്ടിട്ട് അങ്ങ് പോയാൽ പോരെന്നേ. അവരുടെ കണ്ടന്റ് കണ്ടിട്ടാണെങ്കിൽ ആ കണ്ടന്റ് ഇഷ്ടപ്പെടുക, അല്ലാണ്ട് അവരുടെ ഈ വ്യക്തികളെ പോലും നിങ്ങൾ ഇഷ്ടപ്പെടരുത്. വ്യക്തികളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വ്യക്തികളെ അറിയില്ല, എന്നെ അറിയില്ല, നിങ്ങൾക്ക് ഇവന്മാരെ അറിയില്ല, ആരെ അറിയില്ല. ഇവരുടെയൊക്കെ കണ്ടന്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാം. ആ കണ്ടന്റ് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുകയാണെങ്കിൽ അടിക്കുക, ഇല്ലെങ്കിൽ വിട്. നിങ്ങൾ അത് കണ്ടിട്ട് അങ്ങ് വിടണം. അല്ലാണ്ട് അതിൻ്റെ അകത്ത് കൂടെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരിതിപ്പോ ഇങ്ങനെ, ഞാൻ നിങ്ങളൊരു സാധനം എന്താ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്, ഞാനൊരു ഇന്ന ഗെയിം, ഇന്ന ബെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഓടിക്കോ ചന്ത് വഴി എന്ന് പറയണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടണം. അത് നിങ്ങൾക്കുള്ളതല്ല. അവര് കാശ് വാങ്ങിയിട്ട് അവര് പ്രൊമോട്ട് ചെയ്ത് വിടുന്ന സാധനമാണ്, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളത് സ്കിപ്പ് ചെയ്ത് വിടുക. നിങ്ങളത് കണ്ടിട്ട് അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ സ്കിപ്പ് ചെയ്ത് വിടുക. കണ്ടന്റ് കണ്ടിട്ട് നിങ്ങൾ പോ, മനസ്സിലായോ? ഇവരൊന്നും തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല, കാര്യമാണ് പറയണേ.
പിന്നെ നിങ്ങളിപ്പോൾ ഇവരോടൊക്കെ ഉള്ള വലിയ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നിങ്ങൾ ഇവർ പറയുന്ന സാധനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് കാശിറക്കി വിട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി ചേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ കാശ് ഇറക്കിയത് ചേട്ടാ, നിങ്ങൾ എന്നെ സഹായിക്കും ചേട്ടാ, എനിക്ക് തിരിച്ച് കാശ് താ ചേട്ടാ എന്നൊക്കെ പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവരിതാ കൈ ഇതെങ്ങനെ മരത്തി അങ്ങോട്ട് കാണിക്കും. അവരൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. മനസ്സിലായി? അവർ കടമുടാൻ പറഞ്ഞ് മുങ്ങും. ഇത്രേ ഉള്ളൂ. കാശ് പോയതിന് പോയി, അവരുണ്ടാക്കി കാശ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. അല്ലാണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? അവർ പറഞ്ഞാൽ കേൾക്കുവോ? എന്നോ ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും ഗെയിമിംഗ് ആപ്ലിക്കേഷൻ, അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് ആര് കേൾക്കാൻ? ഇപ്പോഴും അതൊക്കെ നമ്പിയിട്ട് കാശ് ഇറക്കുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇപ്പോഴും പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഇത് കൊണ്ട് കാശ് ഇറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, പണി വാങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഈ എന്താ പറയുക, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. എടോ, വിരോധമൊന്നുമില്ല നിങ്ങളോട്, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. പക്ഷെ കുറച്ച് മനസാക്ഷി വേണം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട്, നിങ്ങൾ കണ്ടവൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ടല്ലോ, പലരും പല സാഹചര്യത്തിലുള്ളവരായിരിക്കും. നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ള, ഒരു മാർഗവും ഇല്ല പൈസ കിട്ടാൻ, എന്നാൽ അത്യാവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കും. അവരുടെ കഷ്ടകാലത്തിന് നിങ്ങളുടെ വീഡിയോ എങ്ങാനും കണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ കടവും വാങ്ങി കാശ് ഇട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് പോണ സാഹചര്യം വന്ന് അവർക്ക് കടബാധ്യത കൂടി പണ്ടാറടങ്ങേണ്ടി വന്നൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു. അതാ ഞാൻ പറഞ്ഞു, മനസാക്ഷി വേണമെന്ന്. നിങ്ങൾ മനുഷ്യന്മാർ എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാർ, പല സാഹചര്യത്തിൽ നിന്നുള്ള ആളുകളാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ മനസാക്ഷി കാണിക്കുക. നിങ്ങൾ കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതം പോവും. നിങ്ങൾ കാരണം ചിലപ്പോൾ ഒരാൾ ആത്മഹത്യയുടെ വക്കിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ കാരണം ചിലപ്പോൾ ഒരാൾ കടത്തിൻ്റെ വക്കിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അതൊരു തരം മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു ചതിയിലേക്കാണ് നിങ്ങൾ ആളുകളെ തള്ളിവിടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ സാധ്യതയുള്ള ബെറ്റിംഗ് ആപ്പ് എന്നല്ല, ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എന്നല്ല, എന്ത് ചുണ്ണാമ്പാണെങ്കിലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യല്ലേ നിങ്ങളുടെ ലാഭത്തിനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുക, അതിലൂടെ നിങ്ങൾ കാശുണ്ടാക്കുക. അതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? ക്യാഷ്കാരോ, കുക്കു, ആൾക്കാർക്ക് ഉപദ്രവമില്ലാത്ത, ആളുകൾക്ക് നഷ്ടം സംഭവിക്കാത്ത, ആളുകൾക്ക് കാശിറക്കേണ്ടി വരാത്ത എന്തോരം സാധനങ്ങൾ ഇവിടെ ആക്ച്വലി ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയാൽ പോരെ. അതിന് ലാഭം ചിലപ്പോൾ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഈ ബെറ്റിങ്ങിനും ഗെയിമിനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര പൈസ. പക്ഷേ ഒരു മര്യാദ വേണോ, ഒരു മാന്യത കാണിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാശും കൊണ്ട് എങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും? എങ്ങനെ തിന്നിട്ട് മര്യാദയ്ക്ക് തീട്ടാൻ പോവും? ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് ചോദിക്കണേ. മര്യാദയ്ക്ക് തീട്ടാൻ പോവോ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിച്ചിട്ടുണ്ടാക്കിയിട്ട്? എൻ്റെ ചാനലിൽ ഇപ്പോഴാണ് റീച്ച് ഭയങ്കര കുറവ്. ഒരു കാലത്ത് എൻ്റെ ചാനൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും ഈ പറഞ്ഞ എന്താ പ്രൊമോഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ക്യാഷ്കാരോ എന്തോ ഒരു തവണ ചെയ്തിട്ടുണ്ട്, കുക്കുവിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ എനിക്ക് മറ്റേൻ്റെ ഒന്നും വരാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പേടിയാണ് ആക്ച്വലി. ഞാൻ ഉപയോഗിച്ച് നോക്കാത്തൊരു സാധനം ഞാൻ എങ്ങനെ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും? അത് ബെറ്റിംഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ കാശ് കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കാത്തൊരു സാധനമാണ്. ആ സാധനം ഞാൻ എങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തും? അത്രയേ ഉള്ളൂ. എൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, എൻ്റെ മുമ്പിലോട്ട് ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് വന്നാലും ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. കാശിന് അത്യാവശ്യമില്ല എന്നിട്ടല്ല, കാശിന് നല്ല അത്യാവശ്യമുണ്ട്. പക്ഷേ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഞാൻ ഉപയോഗിക്കാറില്ല. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എനിക്കറിയാം. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് എനിക്ക് അറിഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അവസ്ഥയെ ഞാൻ മാനിക്കുന്നുണ്ട്. മനസ്സിലായ? ആളുകളുടെ അവസ്ഥയെ മാനിക്കുന്നുണ്ട്. ആളുകളെ റെസ്പെക്ട് ചെയ്യണം. അല്ലാണ്ട് വെറുതെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുത്തുമണികളാണെന്ന് വെറുതെ വായുടെ ഉള്ളിന്ന് മുത്ത് മണികൾ കൊഴിച്ചു വിട്ടിട്ട് കാര്യമില്ല. സിൻസിയറിറ്റി എന്ന് പറയുന്ന സാധനം വേണം സബ്സ്ക്രൈബേഴ്സിനോടെ. അങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹം കാണിക്കുന്നത്. അവർ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. ചതിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ. വേറെ ഒന്നും വേണ്ട.
ഇതല്ലാതെ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്താ മതി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ തന്നെയല്ലേ പ്രൊമോട്ട് ചെയ്ത് വിടണേ. പിന്നെ വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയാം, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ അടിയിൽ എനിക്കറിയില്ല, അടിയിൽ എഴുതി കാണിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. വാട്ട് എവർ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ മേ ബി സാധ്യത ഉണ്ടാവുകയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയില്ല ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു 100 പേര് കണ്ടാത്ത ഒരു 5 പേരെങ്കിലും ഇതിൽ കാശിറക്കിയിട്ട് പണി വാങ്ങും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇതിന്റെ റിസ്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. നിങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്? ആളുകളുടെ ചന്തിക്ക് അടിക്കുകയല്ലേ നിങ്ങൾ ചെയ്യണേ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. സീരിയസ്ലി ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ. വെരി ബാഡ്, വെരി 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 ബാഡ്. വീണ്ടും പറയുന്നു, പൈസക്ക് എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. പണം സമ്പാദിക്കണം ജീവിതത്തിൽ വളരെ പ്രധാനം തന്നെയാണ്. പക്ഷെ അത് സമ്പാദിക്കുന്ന സമയത്ത് അതിനൊരു മര്യാദ വേണം, മാന്യത വേണം. കണ്ടവന്റെ പോക്കറ്റിൽ നിന്നുള്ള കാശ് തെറിപ്പിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ കീശ വീർപ്പിക്കാൻ എന്നുള്ള ഒരു തത്വം ഇവിടെ വെക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകരോട് ഞാൻ വീണ്ടും പറയണേ, നിങ്ങൾ ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ലൈക്ക് കൊടുക്ക്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോണ്ടിരിക്കുക. അവരുടെ കണ്ടന്റ് അവരെ വ്യക്തിപരമായിട്ട് പോലും നിങ്ങൾ ഇഷ്ടപ്പെടണ്ട. കാരണം വ്യക്തിപരമായിട്ട് എന്നെയോ അവരെയോ ഇവിടുത്തെ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററെയും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കണ്ടന്റ് മാത്രമാണ് നിങ്ങൾക്ക് പരിചയം. കണ്ടന്റ് മാത്രം കാണുക. അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചുണ്ണാമ്പും, അതിപ്പോൾ ഞാൻ നാളെ വന്ന് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്താൽ ഇത് പ്രൊമോട്ട് ചെയ്യില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ വന്ന് എന്തുകൊണ്ടോ പ്രൊമോട്ട് ചെയ്താൽ പോലും നിങ്ങൾ അത് ഞാൻ പൈസ വാങ്ങിയിട്ട് ഞാൻ ലാഭം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നേ നിങ്ങൾ കൺസിഡർ ചെയ്യാവുള്ളൂ. അല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാശുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നിങ്ങൾക്ക് ഒരു തേങ്ങയും ഇവിടെ പരിചയപ്പെടുത്തി തരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നന്നായിട്ട് ഇവിടെ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടാനില്ല, മനസ്സിലായ? അപ്പൊ നിങ്ങൾ നന്നാവണമെന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കി എല്ലാവരും അവനവന്റെ കീശ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, മനസ്സിലായ? അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള കുഴിയിൽ ചെന്നിട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തിലും ഞാൻ ഇത്ര സിമ്പിൾ. അതിപ്പോ ബെറ്റിങ് ഗെയിമിങ് എന്നല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന്, പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കിക്കോ. അത് ചെറിയ പൈസ ആയിക്കോട്ടെ, വലിയ പൈസ ആയിക്കോട്ടെ, പൈസ ഇറങ്ങാൻ സാധ്യതയുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ അതിൽ കൊണ്ട് തല വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ബായ് ബായ് എന്ന് പറയണം. നിങ്ങൾ ബായ് ബായ് എന്ന് പറയണം. ദാറ്റ്സ് ഇറ്റ്. ബോംബെക്കാരാ ജാവോ എന്ന് പറയണം പോലെ. ശരി.